ഞാൻ വി ആർ മറുപടി എത്താം. ശ്രീ ശ്യാംരാജ്, ഇവിടെ സി പി എമ്മിനെ സമരം നടത്താൻ പഠിപ്പിക്കേണ്ട. സി പി എമ്മിന് താഴെത്തട്ടിൽ സംഘടനാ സംവിധാനം വളരെ ശക്തമായുണ്ട്. ശരി, അത് ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയമുണ്ടായി. പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കുന്നു. അഡ്വക്കേറ്റ് ശ്രീ കെ അനിൽകുമാർ ചർച്ചയിൽ പറയുന്നത് പോലെ ആവില്ല അതിനകത്ത് നടക്കുന്ന ചർച്ച. കുറച്ചുകൂടി വിനയാനിതമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് തെറ്റിതിരുത്തി ഒരുപക്ഷെ സംഘടനാ സംവിധാനം ശക്തമാക്കി സി പി എം കേഡർ പ്രതിപക്ഷ നിലയിൽ തെരുവിലിറങ്ങിയാൽ ശ്രീ കെ അനിൽകുമാർ പറയുന്നത് പോലെയാണ്. അതിന് കുറച്ച് കരുത്ത് കൂടും. ശ്രീ ശ്യാംരാജ്, നമസ്കാരം. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ? ശരിയാണ്. കരുത്ത് കൂടിയവരിപ്പോ ജയിലിൽ കിടപ്പുണ്ടല്ലോ കുറെ പേര്. കരുത്ത് കൂടിയവര് ഇവർക്കെന്താ അറിയോ ഹാഷ്മി, ഇവർ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്. ഇവരുടെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, പഴയ ദേശാഭിമാന യുഗത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് എന്ത് മറ്റേ വായ പോയ കൊടാലി പോലെ ഇവിടെ വന്നിരുന്നിട്ട് എന്തും വിളിച്ചു പറയുന്നതിനപ്പുറത്തേക്ക് ഇതൊന്നും യാഥാർത്ഥ്യമായിട്ട് വല്ല ബന്ധമുള്ളത് ഈ കാലഘട്ടത്തിനോ ചേരുന്നതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി വരെ അങ്ങനെയാണ്. ഈ കാലഘട്ടത്തിന് ചേരുന്നതല്ല. അതാണ് ഇവരെ ഈ രാജ്യത്ത് നിന്ന് തന്നെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കിയിട്ട് ഇപ്പോൾ അവസാനത്തെ ഈ രാജ്യത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി തീർന്നല്ലോ. അതോടുകൂടി അവരുടെ പരിപാടിയും തീർന്നിരിക്കുകയാണ്. നോക്കൂ, നല്ലോണം കിട്ടിയോ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. ഇവർ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മൾ കണ്ട്. കഴിഞ്ഞ ദിവസം ഇഡിയുടെ വാഹനം ആക്രമിക്കുന്നു, അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇപ്പൊ ജയിലിൽ പോയി കിടന്നു. ഇപ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ. കഴിഞ്ഞ ദിവസം പോലീസ് അവരെ കൊണ്ട് തെളിവെടുപ്പിന് വേണ്ടിയിട്ട് വന്നു. ആദ്യം ഇഡി അവിടെ ഈ മുഖ്യമന്ത്രിയുടെ അല്ല ഈ വീണയുടെ വീട്ടിൽ വന്ന സമയത്ത്, സെർച്ചിങ്ങിന് വന്ന സമയത്ത് ഉണ്ടായിരുന്ന ആവേശം എന്തായിരുന്നു? ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ എമ്മാതിരി മുദ്രാവാക്യം വിളിയായിരുന്നു. ഇപ്പോൾ പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ ഒരു നേതാവും ഇല്ലല്ലോ. ചെറുപ്പക്കാർ ഏതൊക്കെയൊക്കെ, എനിക്ക് തോന്നുന്നു SFIയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കം ജയിലിൽ പോയി. ഇനി അവൻ RDP തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാ? പുറത്തിറങ്ങണമെങ്കിൽ 1-2 കൊല്ലങ്ങൾ കഴിയും. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ ഇഡിക്കെതിരെയുള്ള ആക്രമണം എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ സിസ്റ്റത്തിനെതിരെയുള്ള ആക്രമണം എന്നാണ്. പക്ഷെ ഇതൊന്നും ഇവർക്ക് അറിയില്ല എന്ന്. ഇവർക്ക് ഈ രാജ്യത്തിന്റെ സിസ്റ്റം എന്താണ്, ഇഡി എന്താണ്, CBI എന്താണെന്നൊന്നും ഈ കേരളത്തിനപ്പുറത്തേക്ക് പോവാത്തത് കൊണ്ടും ബംഗാളിലും ത്രിപുരയിലും ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് അറിയില്ല. അതിനപ്പുറത്തേക്ക് ഇവർ തെരുവിലിറങ്ങിയെന്നും പറഞ്ഞ ആർക്കും ഒരു പ്രശ്നമൊന്നും ഇല്ല എന്ന്. അതൊക്കെ ഇവരുടെ തെറ്റിദ്ധാരണയാണ്. ഇവർക്ക് തെരുവിലിറങ്ങിയിട്ട് കുറച്ച് അലമ്പുണ്ടാക്കാൻ വേണ്ടി പറ്റുമായിരിക്കും. അതും ഇനി ആളെ കിട്ടുമെന്നുള്ള സംശയം. കോട്ടയത്ത് ഇവർ DYFI സമരം നടത്തി. ഇഡി വിഷയത്തിൽ കോട്ടയത്തിന് DYFI സമരം നടത്തിയിട്ട് ആളില്ലാന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ മാധ്യമങ്ങളാണ്. ഇത്രയൊക്കെ അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഇവരുടെ സമരം എന്ന് പറയുന്നത്. പിന്നെ ഇവർ ഈ കാവ്യവൽക്കരണത്തെ ഇവരെന്തൊക്കെ ചെയ്യൂ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ഈ കൊളക്കോഴി മലന്ന് കിടക്കുന്നത് ആകാശം താഴേക്ക് ഇടിഞ്ഞു വീണെങ്കിൽ തടയാനാന്ന് പറയുന്നത്. അങ്ങനെ കൊളക്കോടിയുടെ മനസ്സൊന്നുമായിട്ട് ഈ CPMന്റെ പ്രതിനിധിയും വന്നിട്ട് ചർച്ചയ്ക്ക് ഇരിക്കരുത്. നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂലെന്ന്. ഞങ്ങൾ ഈ രാജ്യത്ത് 10-21 സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ. ഞങ്ങളുടെ അലയൻസ് കൂടെ കൂടിയിട്ട് ഈ രാജ്യത്തിന് 80% ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഈ രാജ്യം ഭരിക്കുന്ന, ഈ രാജ്യത്തിന്റെ 80% വരുന്ന ഏരിയയിൽ മുഖ്യമന്ത്രിമാരുള്ള ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. ഞങ്ങൾ